ചരിത്രം ആവർത്തിക്കുകയല്ല, ഇവിടെ ചരിത്രം അവസാനിക്കുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്ന കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് പടയൊരുക്കത്തിന്റെ ശബ്ദമല്ല, മറിച്ച് പിന്നിൽ നിന്നുള്ള കുത്തുകളുടെയും ചതിയുടെയും എല്ലാം നിലവിളികളാണ്. കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ സിംഹം KPCC അധ്യക്ഷൻ K സുധാകരൻ. അദ്ദേഹം സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒരു മാനസിക രോഗിയായി മുദ്രകുത്തപ്പെടുകയാണ്. VD സതീശനും സണ്ണി ജോസഫും ചേർന്ന് മെനഞ്ഞെടുത്ത ആ ക്രൂരമായ പ്ലാൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കണ്ണൂരിലും പേരാവൂരിലും കോൺഗ്രസിന്റെ ചിഹ്നം തന്നെ മങ്ങാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം നേതൃത്വം മറച്ചു വെക്കുകയാണ്. സ്വന്തം അധ്യക്ഷന്റെ പേരിൽ വ്യാജ കത്തുകൾ നിർമ്മിച്ച് AICC വരെ തെറ്റിദ്ധരിപ്പിച്ച ആ അദൃശ്യകാരങ്ങൾ ആരുടേതാണ്? ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു വലിയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു ക്രിമിനൽ ഗൂഢാലോചനാ സംഘമായി മാറിയത്? മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായി മാത്രം കണ്ട് അവരെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്ന സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയം ഇനി എത്ര കാലം? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരും പേരാവൂരും കോൺഗ്രസിന്റെ ശവപ്പറമ്പുകളായി മാറുകയാണ്. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് VD സതീശൻ എന്ന നേതാവിനെ കുറിച്ചാണ്. പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് വ്യക്തിപരമായ അധികാര കസേര ഉറപ്പിക്കാനുള്ള നെറികെട്ട നീക്കങ്ങളാണ്. K സുധാകരൻ എന്ന നേതാവ് കണ്ണൂരിലെ സാധാരണ പ്രവർത്തകർക്ക് ഒരു ആവേശമാണ്. CPM-ന്റെ കോട്ടകളിൽ ചെന്ന് കോൺഗ്രസ് കൊടി നാട്ടിയ നേതാവ്. എന്നാൽ ഇന്ന് അതേ സുധാകരനെ VD സതീശൻ എങ്ങനെയാണ് കാണുന്നത്? ഒരു മാനസിക രോഗിയായി. അതെ, സതീശൻ സുധാകരനെ കുറിച്ച് നടത്തുന്ന പരിഹാസങ്ങൾ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തീ കൊളുത്തിയിരിക്കുകയാണ്. സുധാകരനോട് ഇപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലും ചോദിക്കുമോ എന്ന സതീശന്റെ വാക്കുകൾക്ക് പിന്നിൽ വലിയൊരു അജണ്ട തന്നെയുണ്ട്. സുധാകരന്റെ പ്രായത്തെയും ആരോഗ്യത്തെയും മുൻനിർത്തി അദ്ദേഹത്തെ അപ്രാപ്തനാക്കി ചിത്രീകരിക്കുക, അതുവഴി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുക. സതീശന്റെ ഈ ഗ്രൂപ്പുകളിൽ ബലിയാടാകുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെയാണ്. മുൻപ് പത്രസമ്മേളനത്തിൽ വെച്ച് മൈക്ക് തട്ടി മാറ്റിയും അപമാനിച്ചും തുടങ്ങിയ ഈ പക ഇന്ന് സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ കരുത്തുറ്റ യുവ നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിടുന്നത്. കണ്ണൂരിലെ ഈ പൊട്ടിത്തെറിക്ക് പിന്നിലെ മറ്റൊരു പ്രധാനി സണ്ണി ജോസഫാണ്. സതീശനും സണ്ണി ജോസഫും ചേർന്ന് രൂപീകരിച്ച ഈ അച്ചുതണ്ട് സുധാകരനെ രാഷ്ട്രീയമായി ശ്വാസം മുട്ടിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ പുറത്തല്ല, അകത്താണെന്ന് സുധാകരൻ ഇന്ന് തിരിച്ചറിയുന്നു. സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന സുഹൈൽ ഷാജഹാന്റെ രാജി വെറുമൊരു രാജിയല്ല, അത് ആ നേതാവിന് നേരിടേണ്ടി വന്ന അവഗണനയുടെയും സണ്ണി ജോസഫിന്റെ ക്രൂരമായ രാഷ്ട്രീയ നീക്കങ്ങളുടെയും ഫലമാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ആധിപത്യം ഉറപ്പിക്കാൻ സണ്ണി ജോസഫ് ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സതീശന്റെ പിന്തുണയോടെ കണ്ണൂരിലെ കോൺഗ്രസ് സംവിധാനത്തെ മൊത്തമായി കൈപ്പിടിയിൽ ഒതുക്കാനായി ഇവർ ശ്രമിക്കുമ്പോൾ സുധാകരൻ അനുകൂലികൾക്ക് പാർട്ടിയിൽ ശ്വാസം മുട്ടുകയാണ്. ഭാരതം എന്ന മഹാരാജ്യം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിച്ച് നശിക്കുന്നത് പരിതാപകരമാണ്. സ്വന്തം വീട്ടിലെ തർക്കം തീർക്കാൻ കഴിയാത്തവരാണോ ഈ നാട് ഭരിക്കാൻ വരുന്നത് എന്ന ചോദ്യം വോട്ടർമാർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിവാദം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് അയച്ച കത്താണ്. KPCC ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് അയച്ച ഒരു കത്തിൽ പറയുന്നത് സുധാകരന് കണ്ണൂരിൽ വിജയസാധ്യത ഇല്ല എന്നാണ്. പകരം TO മോഹനനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നു. സത്യത്തിൽ ഈ കത്ത് ആരാണ് തയ്യാറാക്കിയത്? സണ്ണി ജോസഫ് പറയുന്നത് ഇത് വ്യാജമാണെന്നും ഇതിനെതിരെ DGPക്ക് പരാതി നൽകിയെന്നൊക്കെയാണ്. എന്നാൽ കഥയറിയാതെ ആട്ടം കാണുന്ന അണിയറ പ്രവർത്തകർക്ക് അറിയില്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ന്യൂനപക്ഷ കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റായ KR അബ്ദുൽ ഖാദർ പരസ്യമായി രംഗത്ത് വന്നതോടെ കള്ളം വെളിച്ചതായിരിക്കുകയാണ്. അബ്ദുൽ ഖാദർ പറയുന്നത് ഈ കത്ത് ഒറിജിനൽ ആണെന്നാണ്. സുധാകരനെ വെട്ടിനിരത്താൻ സണ്ണി ജോസഫ് തന്നെ നേരിട്ട് നടത്തിയ നീക്കമാണിത്. ഹൈക്കമാൻഡിന്റെ കണ്ണിൽ പൊടിയിടാനായി സ്വന്തം പാർട്ടിയുടെ ലെറ്റർ ഹെഡ് വ്യാജമായി ചമച്ചോ അതോ ഔദ്യോഗികമായി തന്നെ ചതിച്ചോ എന്നത് വലിയ അന്വേഷണം അർഹിക്കുന്ന വിഷയമാണ്, അല്ലെ? സ്വന്തം അധ്യക്ഷനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കളാണ് കോൺഗ്രസിന്റെ ശാപം. ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവലാൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളോട് കാട്ടുന്ന ഇരട്ടത്താപ്പ് കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ വ്യക്തമാണ്. K സുധാകരൻ എന്ന നേതാവിനെ വിശ്വസിച്ചാണ് കണ്ണൂരിലെ മുസ്ലിം സമുദായം കാലങ്ങളായി കോൺഗ്രസിനൊപ്പം നിന്നത്. എന്നാൽ സണ്ണി ജോസഫിന്റെ വരവോടെ കാര്യങ്ങൾ മാറി. KR അബ്ദുൽ ഖാദർ ഉന്നയിച്ച ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സണ്ണി ജോസഫ് ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായി മാത്രം ഉപയോഗിക്കുന്നു. അവരെ വ്യാജ കേസുകളിൽ കൊടുക്കാനും അവരെ കൊണ്ട് പണം ചിലവഴിപ്പിക്കാനും വോട്ട് വാങ്ങാനും മാത്രം സണ്ണി ജോസഫിന് അവരെ വേണം. എന്നാൽ പാർട്ടിയിലോ നിർണായക സ്ഥാനങ്ങളിലോ തീരുമാനങ്ങളിലോ ഒന്നും ഇവർക്ക് യാതൊരു സ്ഥാനവുമില്ല. മുസ്ലിം സമുദായത്തെ പാർട്ടിയിൽ നിന്നും ആസൂത്രിതമായി ഇല്ലാതാക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന ഈ നയം കണ്ണൂരിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ കോൺഗ്രസിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. ഈ ആഭ്യന്തര യുദ്ധം ചെന്ന് അവസാനിക്കുന്നത് കോൺഗ്രസിന്റെ പതനത്തിലേക്കാണ്.
കണ്ണൂരിലെയും പേരാവൂരിലെയും എല്ലാം സാഹചര്യം ഇന്ന് അതീവ ഗുരുതരമാണ്. സുധാകരൻ അനുകൂലികൾ ഒന്നടങ്കം തന്നെ സതീശനും സണ്ണി ജോസഫിനുമെതിരെ തിരിഞ്ഞതോടെ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് പാളിയിരിക്കുകയാണ്. ഒരു വശത്ത് CPM കരുത്തോടെ മുന്നേറുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചെളിവാരി എറിയുന്നു. സുധാകരന്റെ കരുത്തിൽ മാത്രം ജയിച്ചു വന്നിരുന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ തന്നെ അവഹേളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ വിള്ളൽ നികത്താൻ സതീശനോ സണ്ണി ജോസഫിനോ സാധിക്കില്ല. കണ്ണൂർ ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും കോൺഗ്രസ് അനുയായികൾ നിരാശയിലാണ്. സുധാകരൻ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന നിലപാടിലേക്ക് പ്രവർത്തകർ മാറിക്കഴിഞ്ഞു. ഇത് പേരാവൂരിലും പ്രതിഫലിക്കും. സണ്ണി ജോസഫിന്റെ കുതന്ത്രങ്ങൾ ഇത്തവണ ജനങ്ങൾ തിരിച്ചറിയും. സ്വന്തം പാർട്ടിക്കാരെ ചതിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും? ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് അതിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടാണ്. ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ കേരളത്തിലെ, പ്രത്യേകിച്ചും കണ്ണൂരിലെ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടാൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ലജ്ജിച്ച് തല താഴ്ത്തും. അധികാരത്തിന് വേണ്ടി സ്വന്തം സഹപ്രവർത്തകനെ മാനസിക രോഗിയാക്കുന്ന സതീശനും ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന സണ്ണി ജോസഫും ചേർന്ന് കോൺഗ്രസിനെ ഒരു വലിയ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. എന്തായാലും സ്വന്തം വീട് ഭദ്രമല്ലാത്തവർ എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കാൻ മോഹിക്കുന്നത്? കോൺഗ്രസിനുള്ളിലെ ഈ ക്രിമിനൽ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. സുധാകരനെ പോലെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചൊരു നേതാവിന് ഈ ഗതി വന്നുവെങ്കിൽ സാധാരണ പ്രവർത്തകന്റെ അവസ്ഥ എന്തായിരിക്കും? കണ്ണൂരിലെ ഈ പൊട്ടിത്തെറി വെറും ഒരു വാർത്തയല്ല, ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ ആഴം എത്രത്തോളമാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. VD സതീശന്റെ അഹങ്കാരവും സണ്ണി ജോസഫിന്റെ ചതിയും സുധാകരൻ എന്ന നേതാവിനെ തകർക്കുമ്പോൾ യഥാർത്ഥത്തിൽ തകരുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്. കണ്ണൂരിലും പേരാവൂരിലും വരാനിരിക്കുന്ന തോൽവിക്ക് സതീശനും സണ്ണി ജോസഫും ചരിത്രത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.